ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരുപാട് നാളായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചോദിക്കാറുണ്ട് എന്ത് വീഡിയോ ഇടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. പക്ഷേ ഓൾമോസ്റ്റ് എൻ്റെ പോയി ശരിയാണെന്നുണ്ടെങ്കിൽ ഫുൾ വീഡിയോ ഇട്ടിട്ട് മീൻസ് നമ്മൾ നോർമൽ ഷോർട്സ് എല്ലാം കൊണ്ട് വീഡിയോ ഇട്ടിട്ട് ഓൾമോസ്റ്റ് ഒരു മാസത്തിനും പുറത്തായി. അപ്പോൾ ചെറിയൊരു അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഹോണ്ട സിറ്റി നമ്മൾ പണി ചെയ്ത് ഏകദേശമുള്ള പണിയെല്ലാം തീർത്ത് വണ്ടി വലിയ ഇറക്കിയിട്ടുണ്ട്. മീൻസ് മെക്കാനിക്കൽ സൈഡെല്ലാം കൂടെ തീർത്തിട്ട് വണ്ടി വലിയ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടിയിൽ എന്തൊക്കെ ചെയ്തെന്ന് ചോദിച്ചിട്ടൊക്കെ ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അതും ചേട്ടാ വീഡിയോ ഇട്, വണ്ടിയിൽ വർക്ക് ചെയ്തതെല്ലാം കൂടെ ചേർത്തൊരു വീഡിയോ ഇടുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഈ വണ്ടിയിൽ എന്തൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിരിക്കും ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. വണ്ടിയെ പറ്റി മീൻസ് വണ്ടിയിൽ ഇനി എന്തൊക്കെ വർക്ക് പെൻഡിങ് ഉണ്ട്, വണ്ടിയിൽ എന്തൊക്കെ വർക്ക് നമ്മൾ ചെയ്തു എന്നുള്ളതിനുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ വണ്ടി ഓൾമോസ്റ്റ് ഞാൻ എടുത്തിട്ടൊരു 8-9 മാസത്തിൽ കൂടുതലായി. വണ്ടി ഞാൻ ഇവിടെ ഈ എസ്റ്റി നടക്കുന്ന പൊസിഷനിൽ വണ്ടി ഇട്ട് മൂടി ഇട്ടിരിക്കുകയായിരുന്നു. ഇത് നമ്മളൊരു പ്രോജക്റ്റ് വർക്കാണ്, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഈ വണ്ടി അങ്ങനെ മാറ്റി ഇട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഒരു മാസമായി ഞാൻ വണ്ടി ഇറക്കി. വണ്ടിയിൽ മെക്കാനിക്കൽ സൈഡ് ഒരുപാട് പണിയുണ്ടായിരുന്നു. ഈ പറഞ്ഞ എഞ്ചിൻ ഓയിൽ, റെഗുലറായിട്ടുള്ള എഞ്ചിൻ ഓയിൽ, കൂളൻ്റ്, ഗിയർ ഓയിൽ, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം റീപ്ലേസ് ചെയ്യേണ്ടായിരുന്നു. ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം റീപ്ലേസ് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ മേജറായിട്ടുണ്ടായിരുന്നത് വണ്ടിയുടെ 2 വീൽ ബെയറിങ് പോയത്, ബാക്കിലത്തെ 2 വീലിൻ്റെ ഹബ് ബെയറിങ്ങും പോയി. അപ്പോൾ ഈ വണ്ടിയുടെ പ്രത്യേകത വെച്ചാൽ ബെയറിങ് വരുന്നത് എൻ്റെ ഹബ്ബ് സെറ്റായിട്ടാണ് വരുന്നത്. അതായത് നമ്മുടെ ഈ ബോൾട്ട് ഇടുന്ന ഈ ഒരു സെറ്റ് മൊത്തത്തിലായിട്ടാണ് ബെയറിങ് വരുന്നത്. ഇതിനകത്താണ് ബെയറിങ് വരുന്നത്. നമുക്ക് സെപ്പറേറ്റ് അത് മാറാൻ പറ്റില്ല. ലൈറ്റ് കൊടുത്ത് പുള്ളി ഇളക്കാനൊന്നും പറ്റില്ല. നമുക്കത് സെറ്റോടെ മാറണം. അതിന് അത്യാവശ്യം നല്ല കോസ്റ്റും ഉണ്ട്. അപ്പോൾ ഈ സാധനം എനിക്ക് ഒരെണ്ണത്തിന് തന്നെ ഏകദേശം 2 രൂപ അടുപ്പിച്ചായി. 2000 രൂപയ്ക്ക് അകത്തായി 1900 രൂപ അടുപ്പിച്ചെന്തോ ആയി എനിക്ക് ഈ ഒരു ഹബ്ബ് ഒരെണ്ണത്തിന് മാത്രം. അപ്പോൾ 2 ഹബ്ബ് ഞാൻ ഇടണം, അത് മാറി. അതിൻ്റെ കൂട്ടത്തിൽ 2 ബെൽറ്റ് റീപ്ലേസ് ചെയ്യേണ്ടായിരുന്നു, അത് മാറി. ഓയിൽ, കൂടൻ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മാറി. പിന്നെ ഫ്രണ്ട് ഡിസ്ക് പാഡ് ഇപ്പോൾ തീർന്നിരുന്നു. ഡിസ്ക് പാഡ് പുതിയ കിട്ടും. ഡിസ്ക് പാഡും കിട്ടാനില്ല. പിന്നെ നമുക്ക് ഞാൻ TVS ആണ് തപ്പിയത്, കിട്ടിയില്ല. അവസാനം ബോഷിൻ്റെ കിട്ടി, ബോഷിൻ്റെ വാങ്ങിച്ചിട്ടു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഈ വണ്ടിയുടെ കാലിപ്പറിൻ്റെ പിന്ന് പോയിരുന്നു. കാലിപ്പറിൻ്റെ 2 പിന്ന് വരും. ആ പിന്ന് ലൂസായിട്ട് കാലിപ്പർ ഇടുന്ന തട്ടി മെറ്റൽ സൗണ്ട് ഉണ്ടായിട്ട് വണ്ടി കിളിയിൽ ഭയങ്കര കിലുക്കുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു മേജർ. അതും 4 പിന്ന് മേടിച്ചു. പിന്നും കറക്റ്റ് സൈസ് പിന്നെ തന്നെ കിട്ടിയില്ല. പക്ഷേ യൂണിവേഴ്സലായിട്ടുള്ള വേറൊരു സെയിം സൈസിനുള്ള പിന്നെ 2 തപ്പിയെടുത്തു. അതൊന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഓക്കെയാണ്. പിന്നെ 2 കൂടെ ആ സെയിം സാധനം തന്നെ വീണ്ടും 2 എടുത്ത് 4 പിന്ന് മാറി. അതായത് ഈച്ച് സൈഡിൽ 2 പിന്ന് വരും. അങ്ങനെ മൊത്തം 4 പിന്നങ്ങ് മാറി കേട്ടോ. അപ്പം അതുണ്ടായിരുന്നു, അത് ചെയ്തു. പിന്നെ വണ്ടിക്ക് ഭയങ്കരമായിട്ട് മിസ്സിങ് ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ വണ്ടിക്ക് വലിവില്ലായിരുന്നു, ഒട്ടും വലിവില്ലായിരുന്നു. വണ്ടിക്ക് ഒരു പൊടി വലിവ് പോലും ഇല്ലായിരുന്നു. അങ്ങനെ വലിവ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ത്രോട്ടിൽ ബോഡി ഇളക്കി വന്ന് വേറെ ത്രോട്ടിൽ ബോഡി എനിക്ക് വണ്ടി വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയതാണ്. അപ്പോൾ ആ ത്രോട്ടിൽ ബോഡി നമ്മൾ മാറ്റി വെച്ച് നോക്കി, എന്നിട്ടും ശരിയായില്ല. പിന്നെ കലേഷൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യം പറഞ്ഞപ്പോൾ കലേഷൻ്റെ അത് ഡിസ്ട്രിബ്യൂട്ടറൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്ടായിരുന്നു, എല്ലാം അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഈ പ്ലഗ് അഡാപ്റ്റേഴ്സ് കാര്യങ്ങളെല്ലാം കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതെല്ലാം ക്ലിയർ ചെയ്ത് കലേഷൻ്റെ ആയിട്ടുള്ള വഴിയിൽ അത് ക്ലിയർ ചെയ്ത് മിസ്സിങ് മാറി. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ NGKയുടെ 4 സ്പാർക്ക് പ്ലഗും മാറി കേട്ടോ. ഇരീഡിയോ അല്ല, നോർമൽ NGKയുടെ 4 സ്പാർക്ക് പ്ലഗും മാറി, അത് ക്ലിയർ ചെയ്തു. അപ്പോൾ വണ്ടിയുടെ ഏകദേശമുള്ള എല്ലാ മെക്കാനിക്കൽ സൈഡ് വർക്ക് തീർന്നു. ഇനിയും ഉണ്ട് 4 സസ്പെൻഷൻ കൂടെ നമുക്ക് റീപ്ലേസ് ചെയ്യാണ്ട്. ബാക്കി ബുഷ്കിറ്റുകൾ, ലോറാമ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഓക്കെയാണ്, നമ്മളെല്ലാം ചെക്ക് ചെയ്തു. ഇനി ഉള്ളത് 4 സസ്പെൻഷൻ മാറണം. സസ്പെൻഷന് 4 നല്ല റേറ്റ് ഉണ്ട്. TRW ആണെന്നുണ്ടെങ്കിൽ ഇനി 4 കൂടെ ഓൾമോസ്റ്റ് 13 രൂപ അടുപ്പിച്ചുണ്ട്. TRWയുടെ സസ്പെൻഷൻ മീൻസ് അതിൻ്റെ സ്റ്റഡ് മാത്രം സ്പ്രിങ് മീൻസ് ബുഷ് ഉൾപ്പെടെ മാറണമെന്നുണ്ടെങ്കിൽ ബുഷിന് എക്സ്ട്രാ ഒരു 2500 രൂപ 3000 അടുപ്പിച്ചാവും. അപ്പോൾ അത് തന്നെ ഓൾമോസ്റ്റ് ഒരു 16 രൂപ 17 രൂപ അടുപ്പിച്ചാവും സസ്പെൻഷൻ്റെ സെറ്റ് മൊത്തത്തിൽ മാറണമെങ്കിൽ. അപ്പോൾ ഞാൻ തൽക്കാലം വിചാരിച്ചു ഗബ്രിയലിൻ്റെ വാങ്ങിക്കാൻ കിട്ടും ഫ്രഷ്. അപ്പോൾ ഈ TRW കിട്ടുന്നത് ഫ്രഷ് ആണോ എന്ന് എനിക്ക് ഡൗട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഗബ്രിയൽ വാങ്ങിച്ചിടാമെന്ന് വെച്ചാൽ. ഗബ്രിയൽ എനിക്ക് തോന്നുന്നു ഒരെണ്ണത്തിന് 5 രൂപ അടുപ്പിച്ചെന്തോ ഉള്ളൂ. ഇപ്പോൾ 4 ഗബ്രിയലിൻ്റെ സസ്പെൻഷൻ വാങ്ങിച്ച് മാറാം, മീൻസ് സ്റ്റഡ് മാത്രമായിട്ട് വാങ്ങിച്ച് അതിൻ്റെ കൂട്ടത്തിൽ ബിസ്ക്കറ്റും കൂടെ ആയിട്ട് സെപ്പറേറ്റ് മാറാമെന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇനി സസ്പെൻഷൻ ഇത് തന്നെ യൂസ് ചെയ്യില്ല, ഒരു കോയിലോസ് ആഡ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് ഗബ്രിയൽ വാങ്ങിച്ചിട്ടാൽ മതി. കാരണം ഗബ്രിയൽ ഒരു വിലയും കുറവാണ്, ഫ്രഷുമാണ്, നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല, ഓടാൻ കുറച്ച് സ്റ്റിഫാണ്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്ന 4 ഗബ്രിയലിൻ്റെ സസ്പെൻഷൻ വാങ്ങിച്ചിടാം, സ്റ്റഡ് മാത്രമായിട്ട് വാങ്ങിച്ച് അതിൻ്റെ ബുഷ്കറ്റുമായിട്ട്. സ്പ്രിങ് ഇപ്പോൾ ഓൾറെഡി കിടക്കുന്ന ലോറിങ് സ്പ്രിങ് ആണ് വണ്ടിയിൽ, കസ്റ്റമായിട്ട് മെയ്ഡ് ചെയ്ത ലോറിങ് സ്പ്രിങ് ആണ്. അപ്പോൾ തൽക്കാലമായിട്ട് ഓടാമെന്നുള്ള പ്ലാനാണ്. പിന്നെ പെയിൻറ്റിങ് വണ്ടിയിൽ അത്യാവശ്യത്തിൽ ഏറെക്കുറെ നല്ല പാച്ചുണ്ട്, സ്ക്രാച്ചസ് ഉണ്ട്. ഇത് സൈഡ് സ്കേർട്ട് ഫ്രണ്ടും ബാക്കും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്, സൈഡും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സൈഡ് സ്കേർട്ടെല്ലാം അവർ പൊട്ടി അതിൻ്റെ കൂട്ടത്തിൽ കയറ്റി ബോഡിയിൽ യോജിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതാണ് പ്രശ്നം. അല്ല ഇതുപോലെ പൊട്ടികളായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ സൈഡിലുണ്ട് വണ്ടി വൈബ്രേഷൻ അടിക്കും തോറും, കട്ടറിൽ വീഴും തോറും ഇങ്ങനെ പൊട്ടികളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ക്ലിയർ ചെയ്യണം. പിന്നെ വണ്ടിയുടെ വയറിങ് കഞ്ഞിയായിരുന്നു. റേഡിയേറ്റർ ഫാൻ വർക്കാവുന്നില്ലായിരുന്നു. 2 റേഡിയേറ്റർ, നമ്മുടെ AC ഫാനും റേഡിയേറ്റർ ഫാൻ ഉണ്ടായിരുന്നു. അതിൽ AC ഫാൻ മാത്രമാണ് വർക്കായിക്കൊണ്ടിരുന്നത്, റേഡിയേറ്റർ ഫാൻ വർക്കാവുന്നില്ലായിരുന്നു.
എൻ്റെ റിലേ എന്തോ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടി ഒരു പ്രാവശ്യം മെക്കാനിക് സൈഡ് വർക്ക് കഴിഞ്ഞിറങ്ങി ഞാനൊരു പേഴ്സണൽ ആവശ്യമായിട്ട് ട്രിവാൻഡ്രം വരെ പോയിട്ട് തിരിച്ചു വന്ന വഴിക്ക് വണ്ടി ഓവർ ഹീറ്റായി റണ്ണിങ്ങിൽ കൂളാവുന്നുണ്ട്. അങ്ങനെ നേരെ കലേഷനോട് പോയി നോക്കിയപ്പോൾ ഫാൻ വർക്കാവുന്നില്ല. AC ഫാൻ മാത്രമേ വർക്കാവുന്നുള്ളൂ. AC ഫാൻ വർക്കാവുന്നതും അതിൻ്റെ ഹീറ്റ് സെൻസർ ചെറിയൊരു ഡാമേജ് ഉണ്ടായിരുന്നു, സെൻസറിൻ്റെ കപ്ലർ. അപ്പോൾ അത് ഇലക്ട്രിക് കുറച്ച് പണിയുണ്ടായിരുന്നു, അതെല്ലാം കൂടെ ക്ലിയർ ചെയ്ത് വന്നു. അത് ഓൾമോസ്റ്റ് എനിക്കൊരു 700-800 അടുപ്പിച്ചായി. അപ്പോൾ മെക്കാനിക്കൽ സൈഡ് മാത്രം എനിക്ക് സ്പെയർ മാത്രം ഓൾമോസ്റ്റ് എനിക്ക് 8 രൂപ അടുപ്പിച്ചായി. ഇപ്പോൾ സസ്പെൻഷൻ കൂട്ടാണ്ട് ഇപ്പോൾ ചെയ്ത സ്പെയർ മാത്രം എനിക്ക് 8 രൂപ അടുപ്പിച്ചായി. പിന്നെ ഓയിൽ മാറിയത്, കൂളൻ്റ് മാറിയത്, അങ്ങനെയുള്ള ജനറൽ സർവീസ് കാര്യങ്ങളെല്ലാം കൂടെ ആയിട്ട് കിട്ടുമോ. അപ്പോൾ അതെല്ലാം കൂടെ ആയിട്ട് എനിക്കൊരു 6 രൂപ 500 കലേഷൻ്റെ സർവീസ് കോസ്റ്റ് ഉൾപ്പെടെ എനിക്കൊരു 6 രൂപ അടുപ്പിച്ചായി കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കൂടെ എനിക്കൊരു 14 രൂപ അടുപ്പിച്ച് ഇപ്പോൾ ചിലവായി. ഈ സസ്പെൻഷനും സ്റ്റഡ് കൂട്ടാണ്ട് അതിന് സെപ്പറേറ്റ് വേറെ എടുക്കണം. പിന്നെ AC കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ്, വണ്ടിയുടെ പേർപ്പസ് എല്ലാം ക്ലിയർ ആണ്. പിന്നെ ഈ വണ്ടിയിൽ ഇരുന്ന എക്സോസ്റ്റ് പറഞ്ഞാൽ ഒരു സ്ലിപ്പ് ഓൺ എക്സോസ്റ്റ് ആയിരുന്നു ഇതായിരിക്കുന്നത്. ഈ എക്സോസ്റ്റാണ് വണ്ടി ഇരുന്നത് കേട്ടോ. ജസ്റ്റ് സ്ലിപ്പ് ഓൺ എക്സോസ്റ്റ് മാത്രമാണ്, ഹെഡർ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ വണ്ടി മേടിച്ച സമയത്ത് വണ്ടിയുടെ പഴയ ഓണർ, എനിക്കറിയാമെന്നുള്ള എൻ്റെ ഫ്രണ്ടാണ് ഈ വണ്ടിയുടെ ഓണർ. അപ്പോൾ അവൻ്റെ ഒരു ഡ്യുവൽ ടിപ്പ് എക്സോസ്റ്റ് ഉണ്ട്, അത് കസ്റ്റം മെയ്ഡാണ്. അതിൻ്റെ ശബ്ദം കൂടെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കേൾപ്പിച്ചു തരാം. പഴയ ചാവി ഇതാണ്, ഹോണ്ട സിറ്റിയുടെ പഴയ ചാവി കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ വണ്ടിയിലെ സെറ്റ് ഞാൻ മേടിച്ചപ്പോൾ ഉള്ള സെറ്റ് വർക്കിംഗ് അല്ലായിരുന്നു. സെറ്റ് മൊത്തം പോയി കിടക്കുമായിരുന്നു കേട്ടോ. മീൻസ് സെറ്റ് വർക്കാവുന്നില്ല. അതിൻ്റെ ബോർഡ് എന്തോ നമ്മൾ തന്നെ ഹരിത്തിന് റിപ്പയറിങ്ങിന് കൊടുത്തിട്ട് ഹരിത്ത് പറഞ്ഞു അതിൻ്റെ ബോർഡ് പോയി പുതിയ വാങ്ങിച്ച് വയ്ക്കണമെന്ന്. അങ്ങനെ ഹരിത്തിൻ്റെ തന്നെ പറഞ്ഞു. ഹരിത്ത് തന്നെ എനിക്ക് വേറൊരു സെറ്റ് ബ്ലൂടൂത്തുള്ള ബ്ലൂടൂത്ത് സെറ്റ് ചെയ്താണെന്ന് തോന്നുന്നു. അപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ട് തോന്നുന്നു. പിന്നെ വണ്ടിയിലെ സ്പീക്കേഴ്സ് എല്ലാം ഇറങ്ങി, ഒരു 2 ഡോറിലും ബാക്കിലുള്ള സ്പീക്കേഴ്സും എല്ലാം വർക്കിംഗ് ആയിരുന്നു. അത് കുറച്ച് വയറിങ് കഞ്ഞിയായി കിടന്നു. ഹരിത്തം എല്ലാം വന്നു. ഒരു ദിവസം രാത്രി ഇരുന്ന് ഞാനും ഹരിത്തം കൊണ്ടിരുന്ന് ഫുൾ ക്ലിയർ ചെയ്തു. പക്ഷേ വണ്ടിയിലെ മ്യൂസിക് സിസ്റ്റം ഓക്കെയാണ്, AC ഓക്കെയാണ്, പവർ സ്റ്റിയറിങ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. മെക്കാനിക്കൽ സൈഡ് ഏകദേശമുള്ള വർക്ക് എല്ലാം തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വണ്ടിയിലുള്ളത് ഒരു മിനിറ്റ് ഗൈസ്. അപ്പോൾ ഇനി വണ്ടിയിലുള്ള പണി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 4 സസ്പെൻഷൻ റീപ്ലേസ് ചെയ്ത് അൾട്രാച്ചത്തെ കുറച്ച് സാധനം കൂടെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി മെക്കാനിക് സൈഡ് പക്കാ ഫിറ്റാണ്. ഇപ്പോൾ വണ്ടി മെക്കാനിക് സൈഡ് ഫിറ്റാണ്. ഞാനിപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് സ്ഥിരം ജോലിക്ക് പോകുന്നത്. ഡെയിലി ഓട്ടം ഉണ്ട്. വേറെ ഇതുവരെ എനിക്ക് ബുദ്ധിമുട്ടൊന്നും വന്നില്ല. ആ ഒരു ഓവർ ഹീറ്റ് കാണിച്ചതല്ലാതെ അത് അതിൻ്റെ റിലേ പോയതായിരുന്നു, അത് ക്ലിയർ ചെയ്ത്. പിന്നെ ചെറിയൊരു വയറിങ് ഇഷ്യൂ ഉണ്ടായിരുന്നു, അതെല്ലാം ക്ലിയർ ചെയ്ത് നമ്മൾ കിട്ടും. അപ്പോൾ ഇതാണ് കറണ്ട് കണ്ടീഷൻ. വണ്ടിയിലെ മെക്കാനിക്കൽ സൈഡ് പോയിട്ട് ബാക്കി ബോഡി കണ്ടീഷൻ ആകെ അലമ്പായിട്ടിരിക്കാൻ വേണ്ടി ഇതാണ് എക്സോസ്റ്റ്. ഇതുകൊണ്ട് ഇപ്പോൾ 2 വർക്കിംഗ് ആണ് കേട്ടോ. നല്ലൊരു എഞ്ചിനീയറിംഗ് ആണ്. അതിൻ്റെ അടിയിൽ കുറച്ച് കാണിച്ചാൽ അപ്പോൾ ഇതിൻ്റെ ഏകദേശമുള്ള വർക്കെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 4 സസ്പെൻഷൻ ക്ലിയർ ചെയ്യണം. പിന്നെ വണ്ടി പെയിൻറ്റിങ്ങിൽ പാച്ച് ഇഷ്ടം പോലെ ഉണ്ട്. സീറ്റൊക്കെ ആകെ അലമ്പായിരിക്കണം. മീൻസ് സീറ്റിൻ്റെ ക്ലാമ്പൊക്കെ ദ്രവിച്ച് അതിനകത്തിരിക്കുകയാണ്. സീറ്റിനൊക്കെ നല്ല ആട്ടമുണ്ട്. സീറ്റൊക്കെ കണ്ട, ഈ ഒരു സീറ്റ് മാത്രമല്ല ഈ സീറ്റ്. അപ്പോൾ സീറ്റിൻ്റെ ക്ലാമ്പൊക്കെ ആകെ പോയിരിക്കണം. ആകെ ഈ ഒരു ഒറ്റ ബോൾട്ടിലാണ് സീറ്റ് ഇരിക്കുന്നത്. ബാക്കി ക്ലാമ്പെല്ലാം വെക്കാത്തതല്ല, ദ്രവിച്ച് പോയി, ഒന്നും ചെയ്യാനില്ല. അതിനെ മൊത്തം വലിച്ച് പൊളിച്ച് കളഞ്ഞ് പുതിയ ക്ലാമ്പെല്ലാം ചെയ്ത് അതിൻ്റെ പാച്ച് മൊത്തം തീർത്തതിന് ശേഷം ഒരിക്കലും പെയിൻറ്റിങ് ഇട്ടിരുന്നത്. വണ്ടി എടുക്കാതിട്ടിരുന്നതാണ് എലി കയറി ആകെ അലമ്പായത്. പക്ഷേ ബാഗിൽ തന്നെ വയറിങ് വലിയ ഡാമേജ് ഇല്ലായിരുന്നു. ഇങ്ങനെ ചെറിയ ഡാഷ് അല്ല, ഈ ഒരു സ്റ്റിയറിങ് ഇങ്ങനത്തെ ചെറിയ 2-3 പ്രശ്നങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഏകദേശമുള്ള എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ വണ്ടിയുടെ അപ്ഡേറ്റ്സ് ഉടനെ വരുന്നതായിരിക്കും. കാരണം ഞാൻ ഈ വണ്ടി വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം എനിക്ക് പേഴ്സണലി എനിക്ക് വർക്കുള്ളതുകൊണ്ട് ഞാൻ അതിൽ ബിസി ആയിരുന്നു. ഞാൻ വണ്ടി അവിടെ കളക്ഷന് കൊണ്ട് കൊടുത്തിട്ട് വണ്ടി വർക്ക് ചെയ്തതിന് ശേഷം പോയി എടുക്കുമായിരുന്നു. അപ്പം ഏകദേശമുള്ള വർക്കെല്ലാം ഒറ്റയടിക്ക് തീർത്തിറക്കുകയാണ് ചെയ്തത്. കാരണം എനിക്ക് ജോലിക്ക് പോയിട്ട് വേറെ വണ്ടി ഇല്ലാത്ത ഓപ്ഷൻ, എനിക്ക് ട്രാൻസ്പോർട്ടേഷൻ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പോൾ ഈ വണ്ടിയാണ് എനിക്ക് ആകെയുള്ള ഓപ്ഷൻ.
മൊത്തം ക്ലിയർ ചെയ്തെടുത്ത് ഇപ്പോൾ സ്ഥിരം ഞാൻ ഇപ്പോൾ ഒരു മാസമായിട്ട് സ്ഥിരമായിട്ട് യൂസ് ചെയ്യണം. ഇതുവരെ വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം ഒരു ദിവസം 100 കിലോമീറ്റർ കൂടുതലൊക്കെ ചില ദിവസങ്ങളിൽ ഞാൻ ഓടുന്നുണ്ട്. വേറെ ഒരു കുഴപ്പമില്ല, മൈലേജും കുഴപ്പമില്ല. കാരണം കലേഷിപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ട് ഇതിൻ്റെ ടോട്ടൽ ബോഡിയെല്ലാം അഡ്ജസ്റ്റ് ചെയ്തു, ഡിസ്ട്രിബ്യൂട്ടർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജ് വണ്ടിക്ക് കിട്ടുന്നു. പിന്നെ ഇത് 1.5 ആണ്, 1.3 അല്ല, 1.5 ആണ്. വീട്ടക്കും അല്ല, ജസ്റ്റ് 1.5 ആണ്. ഓൾ സൈഡ് എല്ലാം ഏകദേശമുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് വണ്ടിയിൽ കേട്ടോ. പിന്നെ ഈ വണ്ടിയുടെ കേസ് ഇത് നമുക്ക് 1.3 സ്വാപ്പിന് വന്നതാണ്. മീൻസ് ഒരു സെന്നും കൂടെ നമുക്ക് വരും. ഈ വണ്ടിയുടെ എഞ്ചിനും ബാക്കി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഈ വണ്ടിയിൽ നിന്നെടുത്ത് നമ്മൾ ആ സെന്നിലോട്ട് സ്വാപ്പ് ചെയ്യും. ആ സെൻ ഇതുവരെ എത്തിയിട്ടില്ല, കാരണം ആ വണ്ടി കസ്റ്റമറിനുണ്ടായിരുന്ന വണ്ടി കാർബറേറ്റർ ആയിരുന്നു. കാർബറേറ്റർ സ്വാപ്പ് ചെയ്യണം കുറച്ച് ടാസ്ക് ആയതുകൊണ്ട് പുള്ളിക്കാരൻ ആ വണ്ടി സെയിൽ ചെയ്തിട്ട് ഒരു FI വണ്ടി എടുത്ത് തരാം, ഫുൾ ഓപ്ഷൻ FI വണ്ടി VXI ഒരു FI വണ്ടി എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടിയിൽ നിന്ന് ആ എഞ്ചിൻ എടുത്ത് കളഞ്ഞ് നമ്മൾ ഈ വണ്ടിയിലുള്ള എഞ്ചിൻ മൊത്തം ഒന്ന് റീകണ്ടീഷൻ ചെയ്ത് എഞ്ചിനും കയറ്റി പിന്നെ ഡിസ്ട്രിബ്യൂട്ടർ ബൂസ്റ്റർ, കാലിപ്പർ അങ്ങനെയുള്ള സാധനങ്ങൾ ഈ വണ്ടി എടുക്കാനുള്ളതെല്ലാം എടുത്ത് ആ വണ്ടിയിലോട്ട് സ്വാപ്പ് ചെയ്തിട്ട് ഈ വണ്ടി നമ്മൾ ഫുൾ സ്ക്രാപ്പിന് കൊടുക്കാവുന്ന പരിപാടിയാണ്. അപ്പം സ്ക്രാപ്പിന് കൊടുക്കുന്ന ടൈമിൽ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എന്തെങ്കിലും സ്പെയർ പാർട്സ് ആവശ്യമുള്ള ആൾക്കാർ ഡയറക്റ്റ് ഞാൻ സ്ക്രാപ്പിന് കൊടുക്കുന്ന അവരുടെ നമ്പർ കൂടെ തരാം, അവർക്ക് കോൺടാക്ട് ചെയ്താൽ കേട്ടോ. അപ്പോൾ ഈ വണ്ടി പ്രോജക്റ്റ് വർക്കാണ്, ഓൾമോസ്റ്റ് ഒരു 6-7 മാസത്തെ പരിപാടിയാണ് ഈ വണ്ടി ഇവിടെ കിടക്കും. പ്രോജക്റ്റ് വണ്ടിക്ക് വേണ്ടിയിട്ടുള്ള ഡോണർ വണ്ടിയാണ് കേട്ടോ, ഇത് ഡോണർ വണ്ടിയാണ്. അപ്പോൾ അത് നമുക്ക് അപ്പോൾ ഈ വണ്ടിയെ പറ്റിയുള്ളത് ബാക്കി ഇനി നമുക്ക് വരും വീഡിയോയിൽ കാണാം. അപ്പോൾ അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ബാക്കി ഇനിയുള്ള വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ വണ്ടിയുടെ സസ്പെൻഷൻ മീൻസ് ഈ സസ്പെൻഷൻ കിറ്റ് മാറുമ്പോൾ അത് ഞാൻ കലേഷിൻ്റെ കൂടെ കൊണ്ടിടും. അപ്പോൾ ഞാൻ കറക്റ്റ് കാണിച്ചത്. പിന്നെ സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ കുറേ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ പഴയ വണ്ടിയായത് കുറേ നാൾ എടുക്കാതിരുന്ന വണ്ടിയാണ് ഇത്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ട് എല്ലാം വർക്കിംഗ് ആണ്, പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മിററിൻ്റെ മോട്ടറെല്ലാം വർക്കിംഗ് ആണ്, പക്ഷേ മിറർ ഉണ്ടോ ചെറിയൊരു ആട്ടമാണ്. എൻ്റെ അടിയിലത്തെ ബോൾട്ടൊക്കെ ദ്രവിച്ച് അതിനകത്ത് തുരുമ്പായിട്ടിരിക്കുകയാണ്. ഞാൻ തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്യാണ്ട് അപ്പോൾ ഈ തിരക്കെല്ലാം ഒന്ന് ഒഴിഞ്ഞതിന് ശേഷം വണ്ടി ഒരുമിച്ച് ഇനി അടുത്ത പണിക്ക് കയറ്റാമെന്നുള്ള പ്ലാനിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. മെയിനായിട്ടുള്ള സസ്പെൻഷൻ ബാക്ക് സൈഡ് 2 പടമാണ്, പടേഷാണ്. ബാക്കി ബുഷ് കിറ്റ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പക്ഷേ അങ്ങനെ ഓടിക്കഴിഞ്ഞാൽ ഈ ബുഷ് കിറ്റും കംപ്ലൈൻ്റ് ആവും. അപ്പോൾ അത് ഉടനെ തന്നെ ഇത് മാറണം. ഈ മാസം തന്നെ കൊണ്ട് ഞാൻ 4 സസ്പെൻഷനും മാറും, അതിൻ്റെ ബുഷ് കിറ്റും കാര്യങ്ങളെല്ലാം മാറും. എന്നാൽ മെക്കാനിക്കൽ സൈഡ് വണ്ടി പക്കാ ഫിറ്റ് ആവും. ബാക്കി അതിന് ശേഷം പാച്ച് കാര്യങ്ങളിലോട്ട് തിരിയാനുള്ള പ്ലാനാണ്. അപ്പോൾ ഈ വണ്ടിയുടെ അപ്ഡേറ്റ്സ് ഉടനെ വരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു എക്സോസ്റ്റ് ഇത് ഹോണ്ട സിറ്റിക്ക് ഡയറക്റ്റ് ഫിറ്റാണ്. അതിൻ്റെ ക്ലാമ്പ് കാര്യങ്ങളുണ്ട്, എല്ലാം കുറച്ച് കസ്റ്റമൈഡാണ്. പക്ഷേ സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പിൽ ഒരു ജസ്റ്റ് നൈസ് ഒരു എൻക്യാനാണ്. ആ എൻക്യാന് ഇതിനകത്തുള്ള ഈ കാണാൻ അലമ്പായിരിക്കും, പക്ഷേ ഇതിനകത്തുള്ള ഷെല്ല് കാര്യങ്ങളെല്ലാം റീസെൻ്റ്ലി റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി സെറാമിക്സ് ഇതാണ് നമ്മുടെ ഗ്ലാസ് ഉള്ളതാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ സാധനം സെയിലിനുണ്ട്. ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. 4000 രൂപയാണ് ഞാൻ ചോദിക്കുന്നത്, നെഗോഷ്യബിൾ അല്ല. 4000 രൂപ. ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വന്നെടുത്തുകൊണ്ട് പോകാം കേട്ടോ. വിളിച്ചാൽ മതി, അയച്ചു തരണമെങ്കിൽ അയച്ചു തരാം. ഹോണ്ട സിറ്റി 1.3ക്ക് 1.5 1.5 വീട്ടൊക്കെ ഈ 3 സൂട്ടാകും കേട്ടോ. കാരണം എൻജിൻ സൈഡ് വെച്ച് വയറിങ് വെച്ച് ബാക്കിയുള്ള ക്ലാംസ് കാര്യങ്ങളെല്ലാം സെയിം ആണ്. അപ്പോൾ ഇത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗൈസ്. ബാക്കി ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം. വണ്ടിയുടെ ജസ്റ്റ് ഫുള്ളൊരു ഔട്ട്ലുക്ക് ഞാൻ കാണിച്ചു തരാം. എൻ്റെ അനിയനാണ്. നിന്നെ കാണിച്ചാൽ എന്ത് കുഴപ്പം? എന്ത് ഇതാണ് എൻ്റെ വീഡിയോ ഗൈസ്. അപ്പോൾ ഈ വണ്ടിയുടെ ഫുൾ വീഡിയോ അപ്ഡേറ്റ്സ് ഇനി ഉടനെ വരുന്നതായിരിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ടാറ്റ.